2017 ലോഗൻ സിനിമയ്ക്ക് ശേഷം ഹ്യൂ ജാക്ക്മാൻ വൂൾവേറിൻ എന്ന കഥാപാത്രത്തിലൂടെ മാർവൽ തിരിച്ചു വരുന്ന ഒരു സിനിമ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡെഡ്പൂൾ 3 എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രത്യേകത. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാവി സിനിമ നിർണ്ണയിക്കാൻ പോകുന്ന സിനിമ എന്ന പ്രത്യേകത ഉണ്ട് ഡെഡ്പൂൾ വേഴ്സസ് വൂൾവേറിൻ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. എൻ്റെ ഗെയിം നോ വേ ഹോമിന് ശേഷമുള്ള മാർവലിൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോംബായിരുന്നു. ഇങ്ങനെ അതിനുശേഷം ഒരു കംബാക്ക് കൊടുത്തിട്ടുള്ള സിനിമയാണ് ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി. അതിനുശേഷം ബോംബായിരുന്നു. പിന്നെ ഇത്തിരിയെങ്കിലും നല്ല വൃത്തി പക്കയായിട്ട് പിടിച്ചേറ്റാൻ പറ്റിയ ഒരു സിനിമയ്ക്കല്ല, ഒരു സീരീസിനാണ്. ലോക്കി എന്ന് പറയുന്ന സീരീസിനാണ്. അത് കഴിഞ്ഞിറങ്ങിയ എല്ലാ സിനിമകളും ബമ്പർ ഫ്ലോപ്പായിരുന്നു തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ MCUവിൻ്റെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഭാവി തീരുമാനിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്ന ഡെഡ്പൂൾ വേഴ്സസ് വൂൾവേറിൻ എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു. അത് എത്രമാത്രം സക്സസ് ആയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. സിനിമ കണ്ടു, ഗംഭീര സിനിമ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. ഗംഭീരം, കാരണം കണ്ണ് കളിച്ചു പോയി. നമ്മളെ വിൻറ്റേജ് മാർവൽ തിരിച്ചു വന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ചാൽ എക്സ് സീരീസിലെ കുറച്ച് പേര് റിട്ടേൺസ് ആവുന്നുണ്ട്. ഗംഭീര ഫാൻസിന് വേണ്ടി മാത്രം ലക്ഷ്യമിട്ട് ഇറക്കിയ ഒരു MCU. വാട്ട് എ ട്രാക്ക് മാൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫാൻസിന് എങ്ങനെയാണോ സിനിമ വേണ്ടത് അതേപോലെ ഇറക്കി വിട്ടിട്ടുണ്ട് ഈ ഷോൺ ലെവി എന്ന് പറയുന്ന സംവിധായകൻ. അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് നൈറ്റ് അറ്റ് ദി മ്യൂസിയം, പിന്നെ ഫ്രീ ഗായ്, റിയൽ സ്റ്റീല്, ഇപ്പോൾ ഡെഡ്പൂൾ ആൻഡ് വൂൾവേറിൻ എന്ന ചിത്രം. അപ്പോൾ അദ്ദേഹത്തിന് എവിടെ ഈ രണ്ട് ആക്ടേഴ്സിൻ്റെ അടുത്തും വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ ഇവരുടെ പൊട്ടൻഷ്യൽ എങ്ങനെ സ്ക്രീൻ പ്ലേയിൽ കൊണ്ടുവരാമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. സിനിമ തുടങ്ങുമ്പം തന്നെ ഡെഡ്പൂളിൻ്റെ ഒരു 1 man ഷോ ആണ്. അത് റയൻ എന്ന് പറയുന്നത് തകർത്ത് കിടന്ന്, കാരണം വെച്ചാൽ തകർത്ത് തരിപ്പണമാക്കി. കാരണം ആ സിനിമ സ്ക്രീൻ പ്ലേയിൽ, കാരണം വെച്ചാൽ അദ്ദേഹം ആക്ഷൻസും കോമഡിയും ഒരുമിച്ച് ഡയലോഗൊക്കെ നോൺ സ്റ്റോപ്പിൻ കോമഡി. ഈ പടപടാ ഡയലോഗാണ്, ചിരിക്കാൻ നല്ലതുണ്ട് സിനിമ. കാരണം വെച്ചാൽ നല്ല ആക്ഷൻ പാക്കഡ് മൂവി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഡെഡ്പൂൾ വേഴ്സസ് വൂൾവേറിൻ എന്ന ചിത്രം. കാരണം കിട്ടില്ല സിനിമ, കണ്ടിരിക്കാൻ പറ്റിയ ഒരു മസ്റ്റ് വാച്ചബിൾ തിയേറ്റർ എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു MCUവിൽ എൻ്റെ ഗെയിമിനും നോ വേ ഹോമിന് ശേഷമുള്ള നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരാൻ പോകുന്ന ഒരു വിൻറ്റേജ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു സംഭവമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം നിങ്ങൾ DC ഫാൻസ് ആയിക്കോട്ടെ, ഒരു പഴയ മാർവൽ ഫാൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവേറിൻ എന്ന് പറഞ്ഞ ഈ സിനിമ. പിന്നെ വൂൾവേറിൻ, ഞാൻ വൂൾവേറിൻ്റെ റിട്ടേൺസിനാണ് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. അദ്ദേഹം 58 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ഇപ്പോഴും അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിസ്സാര കാര്യമേ അല്ല. അദ്ദേഹത്തിൻ്റെ താടി എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു, ഒരു ഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് കോമഡി അല്ല, അദ്ദേഹം ഒരു ഹീൽ ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ ഒരു കടുംപിടുത്തമായിട്ടുള്ള ക്യാരക്ടറാണ്, ഒരു ഗാംഭീര്യമുള്ള ക്യാരക്ടറാണ്. അദ്ദേഹവും ഈ ഡെഡ്പൂളും കൂടെ ചേരുമ്പോഴുള്ള കോമ്പിനേഷൻ വേറെ ലെവല്. അതിന് ഷോൺ ലെവി എന്ന് പറയുന്ന ഡയറക്ടറിന് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ രണ്ടുപേരെ കോമ്പിനേഷൻ, ഇമോഷൻസ് ആയാലും കോമഡി ആയാലും വയലൻസ് ആക്ഷൻ ആയാലും വേറെ ലെവലിൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം സംഭവം ഹെവിക്ക സാധനം. സ്പോയിലറുകൾ വരും മുമ്പേ നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർവലിൻ്റെ കംബാക്കാണ് ഈ ഡെഡ്പൂൾ ആൻഡ് വൂൾവേറിൻ എന്ന ചിത്രം. കണ്ടു നോക്കുക, മസ്റ്റ് വാച്ചബിളാണ്, മസ്റ്റ് വാച്ചബിൾ. ഇതെൻ്റെ ഒരു വെപ്രാളവും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങളോട് ഞാൻ പ്രകടിപ്പിക്കുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഒരു റിവ്യൂ ആണ്. കാരണം ഒരു റിവ്യൂർ ഇത്ര അധികം സന്തോഷിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ബാക്കിയുള്ളൊരു ആ റിവ്യൂ കേട്ട് ബാക്കിയുള്ള ഇതിനെക്കാട്ടി പ്രതീക്ഷിച്ചു പോകും, നിരാശയായിട്ടാണ് പറഞ്ഞത്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അമിത പ്രതീക്ഷ വയ്ക്കാതെ ഒരു ഫ്രീ മൈൻഡോടെ ചെന്ന് കണ്ട സിനിമ ഹെവിക്കൻ സിനിമയാണ്. ഇത് എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. എനിക്ക് നല്ലൊരു സിനിമ കണ്ടപ്പോൾ ഒരു ആഹ്ലാദം. കാരണം വെച്ചാൽ എനിക്ക് അറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് കിട്ടില്ല സിനിമ. കാരണം പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. ഇത് സമ്മതിക്കണം ഷോൺ ലെവി എന്നുള്ള ഡയറക്ടറിന്. കിട്ടില്ല സിനിമ, മസ്റ്റ് വാച്ചബിൾ. ഓരോ സീക്വൻസ് റയനും മറ്റേ വൂൾവേറിൻ എന്നൊക്കെ കഥാപാത്രം ഹ്യൂ ജാക്ക്മാനും കൂടെ ചേർന്ന് ചെയ്യുന്ന സംഭവങ്ങൾ വേറെ ലെവല് സംഭവങ്ങൾ എന്നെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് കാണിച്ചു തരുന്നുണ്ട്. 2 മണിക്കൂറും 7 മിനിറ്റാണ് സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത്. സ്ക്രീൻ പ്ലേ ഗംഭീരം, ഒരു എഴച്ചിലോ ഒരു പിഴിച്ചിലോ ഒന്നുമില്ല. കിടിലമായിട്ട് 1-on-1 ആക്ഷൻ പാക്ഡ് സംഭവങ്ങളാണ് വരാൻ പോകുന്നത്. കണ്ടു നോക്കുക.
മാർവലെ നിങ്ങൾ തിരിച്ചല്ല, നിങ്ങൾ ഏറ്റവും വലിയ ഹൈപ്പിലാണ് വന്നിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ജനഹൃദയങ്ങളുടെ ഇടയിൽ 90s കിഡിനായാലും 2K കിഡ്സിനായാലും നല്ല കംബാക്ക് ആയിട്ടാണ് മാർവൽ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. ആരെ ലക്ഷ്യം വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഫാൻസിന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സിനിമ തീർച്ചയായും കാണാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ എന്ന കഥാപാത്രം സിനിമ. അപ്പോൾ വീഡിയോ കാണുന്നതിന് താങ്ക്സ്.